അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപ്പുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസുതനാനന്ദചിത്തനയ്യനയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. നമ്മളിന്ന് 46ാമത് എപ്പിസോഡിലെ ഭാഗങ്ങളാണ് തുടരുന്നത്. അയ്യപ്പഗീത എന്ന ഗ്രന്ഥത്തിൽ 40ാമത് ദിവസം പറഞ്ഞു നിർത്തിയതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായൊരു സംശയം തോന്നാം, എന്തേ ബാക്കിയുള്ള ദിവസങ്ങളിൽ സംഭവിച്ചതെന്ന്. ഏവർക്കും അറിയുന്നത് പോലെ 41 എന്ന് പറയുന്നത് മണ്ഡലമാസത്തിൻ്റെ സമാപന ദിവസമാണ്. ആ 41-ന് നമ്മുടെ ഈ പ്രവചനത്തെക്കാൾ ഏറെ അഭികാമ്യമായിട്ടുള്ളത് ഭഗവാന്റെ തങ്ക അങ്കി, ആ തങ്ക അങ്കിയുമായിട്ടുള്ള ചരിത്രബന്ധം, അതേപോലെ തന്നെ തങ്ക അങ്കി ചാർത്തിയുള്ള ദീപാരാധന, ആ ദീപാരാധനയെക്കുറിച്ചും തങ്ക അങ്കിയെക്കുറിച്ചും തങ്ക അങ്കി ചാർത്തിയുള്ള മനോഹരമായ ആ നിമിഷങ്ങളെക്കുറിച്ചും പറഞ്ഞതുകൊണ്ടാണ് 46ാമത് ദിവസത്തിലേക്ക് 40ാമത് ദിവസത്തിൻ്റെ ബാക്കി എന്ന നിലയിൽ തുടരുന്നത് എന്ന വസ്തുത പറയട്ടെ. 26-ാം തീയതി എന്ന് പറയുന്ന 41ാം ദിവസം അഥവാ മണ്ഡല സമാപനത്തിൽ തിരുനട അടച്ച് വീണ്ടും തുറക്കുന്നത് ഏവർക്കും അറിയുന്നത് പോലെ 30-ാം തീയതി വൈകുന്നേരമാണ്. അന്ന് പ്രത്യേക പൂജകളില്ല. അന്ന് നട തുറന്ന് ഭഗവാന് മുമ്പിൽ വിളക്ക് വയ്ക്കുക എന്ന ചടങ്ങ് മാത്രമേ ഉള്ളൂ എന്നറിയാമല്ലോ. അതിന് പിറ്റേ ദിവസം, ആ ദിവസമാണ് 46ാമത് ദിവസമായിട്ട് പറഞ്ഞത്. ആ ദിവസം നമുക്ക് തുടരാം. ഏവർക്കുമുണ്ടായ അസൗകര്യം ക്ഷമിക്കുക. നമ്മൾ പറഞ്ഞിരുന്നത് മായയെക്കുറിച്ചും പരമാത്മ തത്വത്തെക്കുറിച്ചുമാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അയ്യപ്പസ്വാമിയും ശബരിമാതാവും, സംശയാലുവായ ശബരിമാതാവിന് അയ്യപ്പൻ കൊടുക്കുന്ന ഉപദേശത്തിൻ്റെ സംഗ്രഹമാണ് ഈ ഗ്രന്ഥം അയ്യപ്പഗീത. അയ്യപ്പഗീതയിലെ അവസാന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മണ്ഡല സമാപനം എത്തിയത് എന്നറിയാമല്ലോ. അങ്ങനെ നമ്മളതിൻ്റെ 16, 17, 18 അധ്യായങ്ങളും അതിന് തൊട്ടു മുമ്പുള്ള അധ്യായവും ചേർത്തുള്ള ഭാഗമാണ് ഇന്ന് സമഗ്രമായി ചിന്തിക്കുന്നത് എന്നും കൂടി പറയട്ടെ. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ബീജത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാവുന്നത് പോലെ, എന്നാൽ ബീജത്തിൽ നിന്ന് ഉണ്ടാവുന്ന വൃക്ഷം, ആ വൃക്ഷത്തിന് കോടാനുകോടി ബീജങ്ങൾ ഉണ്ടാവുന്നു. ഈ വിഷയം സമഗ്രമായിട്ടാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഏവരുടെയും അനുവാദത്തോടുകൂടി തുടരട്ടെ. വളരെയേറെ വലിപ്പമുള്ള ആൽവൃക്ഷത്തിൻ്റെ ബീജം എത്രയോ സൂക്ഷ്മമാണ്. ഒരു ബീജത്തിൽ നിന്നും ഒരു വൃക്ഷമേ
ഉണ്ടാകുന്നുള്ളൂവെങ്കിലും ആ വൃക്ഷത്തിൽ പിന്നീട് കോടാനുകോടി കായ്കൾക്കുള്ളിൽ ബീജങ്ങളും ഉണ്ടാകുന്നു. ആ ബീജങ്ങളിലൂടെയും വൃക്ഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ അത്യന്ത സൂക്ഷ്മമായ ബ്രഹ്മസ്വരൂപങ്ങളിൽ എത്ര എത്ര കോടി ബ്രഹ്മാണ്ടങ്ങളാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പറയാൻ വയ്യ. ഒരാളിൻ്റെ കായെടുത്ത് പരിശോധിച്ചാൽ ഈ പറഞ്ഞ സത്യത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കും. അതിനാൽ അത്ഭുതകരവും അത്യന്ത സൂക്ഷ്മവുമായ ബ്രഹ്മസ്വരൂപം എത്രയോ അസംഖ്യം ജഗദ്ദക്ഷങ്ങളുടെ ബീജമായിരിക്കുന്നു. വൃക്ഷത്തിൻ്റെ അടിയിലും മുകളിലും ബീജമാണ്. അതുപോലെ ജഗത്തിൻ്റെ അകത്തും പുറത്തും ചുവട്ടിലും മുകളിലും എല്ലാം ബ്രഹ്മം തന്നെ. ബീജത്തിൽ നിന്ന് പുറപ്പെടുന്ന അത്യന്ത സൂക്ഷ്മമായ ശക്തിയുടെ വികാസമാണ് ജഗത്തായും എല്ലാമായും പരിണമിക്കുന്നത്. ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. ബീജത്തിൽ പ്രസ്തുത ശക്തി എവിടെ ഇരിക്കുന്നുവെന്നോ എങ്ങനെ ഉള്ളതാണെന്നോ എപ്രകാരം അറിയാൻ കഴിയില്ലയോ, അതുപോലെ ബ്രഹ്മത്തിൽ എവിടെയാണ് മായ ഇരിക്കുന്നതെന്നോ എന്താണ് മായയുടെ സ്വരൂപമെന്നോ അറിയാനും കഴിയില്ല, പറയാനും സാധ്യമല്ല. അറിയാനും പറയാനും സാധ്യമല്ലാത്തതാണ് മായാസ്വരൂപമെങ്കിൽ അങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് എങ്ങനെ നിശ്ചയിക്കും എന്നാണെങ്കിൽ കാര്യം കൊണ്ട് നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു എന്നേ മറുപടി പറയാൻ പറ്റൂ. ബീജത്തിൻ്റെ സ്വരൂപമല്ല അതിന് വരുന്ന മുളയും അഥവാ അങ്കുരവും വൃക്ഷവും. എന്നിരുന്നാലും ബീജത്തിൽ നിന്നും ഉണ്ടാവുന്നതായി അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്കുരവും വൃക്ഷവും ആയിത്തീരുന്ന ഒരു ശക്തി ബീജത്തിലുണ്ടെന്ന് എപ്രകാരം വിശ്വസിക്കാമോ അതുപോലെ ബ്രഹ്മത്തിലും ജഗത്തായിത്തീരുന്ന ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ബ്രഹ്മത്തിൻ്റെ സ്വരൂപമല്ല ജഗത്ത്. ബ്രഹ്മത്തിൽ നിന്നും അന്യമായി മറ്റൊന്നുമില്ലതാനും. ആ സ്ഥിതിക്ക് ജഗത്തായി പരിണമിക്കുന്ന ഒരു ശക്തി ബ്രഹ്മത്തിലുണ്ടാവുന്നു. വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതാണ് മായ. അതുകൊണ്ട് മായയുടെ രൂപം ഇന്നതെന്ന് അറിയാനോ പറയാനോ കഴിയില്ലെങ്കിൽ കൂടി മായ എന്നൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ബീജത്തിൽ നിന്നും പുറപ്പെടുന്ന അത്യന്ത സൂക്ഷ്മമായ ശക്തിയുടെ വികാസമാണ് ജഗത്തായും എല്ലാമായും പരിണമിക്കുന്നത്. ഇതിനെയാണ് മായ എന്ന് പറയുന്നത്. ബീജത്തിൽ പ്രസ്തുത ശക്തി എവിടെ ഇരിക്കുന്നുവെന്നോ എങ്ങനെ ഉള്ളതാണെന്നോ എപ്രകാരം അറിയാൻ കഴിയില്ലയോ, അതുപോലെ ബ്രഹ്മത്തിൽ എവിടെയാണോ മായ ഇരിക്കുന്നതെന്നോ എന്താണ് മായയുടെ സ്വരൂപമെന്നോ അറിയാനും പറയാനും സാധ്യമല്ല. അറിയാനും പറയാനും സാധ്യമല്ലാത്തതാണ് മായാസ്വരൂപമെങ്കിൽ അങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് എങ്ങനെ നിശ്ചയിക്കും എന്നാണെങ്കിൽ കാര്യം കൊണ്ട് നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. ബീജത്തിൻ്റെ സ്വരൂപമല്ല അങ്കുരവും വൃക്ഷവും, എന്നിരുന്നാലും ബീജത്തിൽ നിന്നും ഉണ്ടാവുന്നതായി കാണുന്നു. അപ്പോൾ അങ്കുരവും വൃക്ഷവും ആയിത്തീരുന്ന ഒരു ശക്തി ബീജത്തിലുണ്ടെന്ന പ്രകാരം വിശ്വസിക്കണമോ അതുപോലെ ബ്രഹ്മത്തിലും ജഗത്തായിത്തീരുന്ന ഒരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ബ്രഹ്മത്തിൻ്റെ സ്വരൂപമല്ല ജഗത്ത്. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നുമില്ലതാനും. ആ സ്ഥിതിക്ക് ജഗത്തായി പരിണമിക്കുന്ന ഒരു ശക്തി ബ്രഹ്മത്തിലുണ്ടാവുന്നു. വിശ്വസിക്കാതിരിക്കാൻ നിർവാഹമില്ല. അതാണ് മായ. അതുകൊണ്ട് മായയുടെ രൂപം ഇന്നതെന്നറിയാനോ പറയാനോ കഴിയില്ലെങ്കിൽ കൂടി മായ എന്നൊരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ബ്രഹ്മത്തിൽ നിന്ന് തന്നെ ജഗത്തുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ പോരെ എന്നാണെങ്കിൽ അത് ശരിയല്ല. എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മം നിശ്ചലവും നിർവികാരവും നിഷ്ക്രിയവുമാണ്. ആ സ്ഥിതിക്ക് ജഗത്തായിത്തീരുന്നില്ല. അങ്ങനെ പറയാനും വയ്യ. എന്നാൽ പിന്നെ ജഗത്തായി പരിണമിക്കുന്നത് എന്താണെന്ന് സംശയം വരും. അതാണ് ബ്രഹ്മശക്തിയായ മായ എന്നും കഥനം വേണ്ടി വരുന്നത്. വാസ്തവത്തിൽ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നില്ലെങ്കിൽ മായാകൽപ്പന അർത്ഥശൂന്യമല്ലേ?
എന്നാണെങ്കിൽ അല്ല. ബീജത്തിൽ നിന്ന് അന്യമായി മറ്റൊന്ന് ബീജത്തിലില്ലെങ്കിലും അങ്കുരവും വൃക്ഷവുമായി തീരുന്നത് ബീജത്തിൽ നിന്ന് തന്നെ വികസിക്കുന്ന ഒരു ശക്തി വിശേഷമാണ്. അതുപോലെ ബ്രഹ്മത്തിൽ നിന്നും അന്യമായി മറ്റൊന്നില്ലെങ്കിൽ മായ കൽപ്പനം അർത്ഥശൂന്യമല്ലേ എന്നാണെങ്കിൽ അല്ല. ബീജത്തിൽ നിന്ന് അന്യമായി മറ്റൊന്ന് ബീജത്തിലില്ലെങ്കിലും അങ്കുരവും വൃക്ഷവും ആയിത്തീരുന്നത് ബീജത്തിൽ നിന്ന് തന്നെ വികസിക്കുന്ന ഒരു ശക്തി വിശേഷമാണ്. ഇതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നില്ലെങ്കിലും ജഗൽ സൃഷ്ടി കാര്യങ്ങൾ ബ്രഹ്മത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന ശക്തിവിശേഷത്താലാണ് നടക്കപ്പെടുന്നത്. അത് വിചാരം കൊണ്ട് അറിയാൻ സാധിക്കും. ഇതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നില്ലെങ്കിലും ജഗൽ സൃഷ്ടിയാദി കാര്യങ്ങൾ ബ്രഹ്മത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന ശക്തിവിശേഷത്താലാണ് നടക്കപ്പെടുന്നത്. അത് വിചാരം കൊണ്ടറിയാൻ സാധിക്കും. അന്വയ വ്യതിരേകേണ നിരൂപിക്കുമ്പോൾ മായാശക്തിയെ ബോധിപ്പിക്കാൻ കഴിയും. അന്യായ വൃത്തി നിരൂപിക്കുമ്പോൾ മായാശക്തിയെ ബോധിപ്പാനും കഴിയും. ഇത് ബ്രഹ്മത്തിൽ നിന്നുമല്ലെന്ന് അപ്പോൾ ബോധ്യമാവും. ശ്രവണം മനനം തസ്യ നിധിധ്യാസനമേവച സാധനാദി മുമുക്ഷൂണാം ശ്രുതീനാം ഗുരുവാക്യത. ശ്രവണം, മനനം, നിധിധ്യാസം എന്നീ മൂന്നാണ് ജ്ഞാനത്തിൻ്റെ അഭ്യാസങ്ങൾ. ശ്രവണം കൊണ്ട് നാസ്തികത്വം, മനനം കൊണ്ട് അജ്ഞാനം നീങ്ങി, നിധിധ്യാസം കൊണ്ട് സ്വാനുഭൂതി ഉണ്ടാവുകയും വേണം. ഇത് പരസ്പര പൂരകങ്ങളാണ്. പക്ഷേ പറയപ്പെട്ട മൂന്ന് അഭ്യാസങ്ങളെയും വേണ്ടും വണ്ണം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ആത്മാനാത്മവിവേകം തുടങ്ങിയ പൂർവ സംസ്കാരങ്ങളെ സമ്പാദിച്ച് ശ്രവണത്തിനുള്ള അർഹതയാദ്യം കൈവരുത്തിയിട്ടുണ്ടായിരിക്കണം. എങ്കിലേ ശ്രവണം കൊണ്ട് തന്നെ പ്രയോജനം ഉണ്ടാവാൻ തരമുള്ളൂ. പ്രാപ്തനായ ആചാര്യൻ മുഖേനയായിരിക്കണം ശ്രവണം നടത്തേണ്ടത്. പരോക്ഷങ്ങളായ വേദവാക്യങ്ങളെ ആദ്യത്തിൽ ശ്രവിച്ച് ബോധിച്ച് തത്വത്തിൻ്റെ പരോക്ഷജ്ഞാനം ഉറച്ചതിന് ശേഷമായിരിക്കണം അപരോക്ഷവാക്യത്തിൻ്റെ ശ്രവണം. അങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം പ്രസ്തുത ശ്രവണം തികച്ചും ഫലപ്രദമാണെന്ന് പറയണം. ശ്രവണാന്തരം ശ്രവിച്ച തത്വങ്ങളെ വീണ്ടും വീണ്ടും മനനം ചെയ്ത് ദൃഢത വരുത്തണം. ഇത്രയുമായി കഴിഞ്ഞാൽ നിധിധ്യാസനത്തിന് ഒരുങ്ങാം. അപ്പോൾ ചെയ്യുന്ന നിധിധ്യാസം കൊണ്ട് സാക്ഷാത്കാരം ഉണ്ടാവുകയും ചെയ്യും. 14ാമത് അധ്യായമായ അമരാസുര സമ്പദ് വിഭാഗത്തിലും 15ാമത് അധ്യായമായ വിശ്വാസയോഗത്തിലും 18 ശ്ലോകങ്ങൾ വീതമാണുള്ളത്. ഭഗവത്ഗീതയിലെ 14ഉം 15ഉം അധ്യായങ്ങളുടെ മറ്റൊരു പതിപ്പാണിതെന്ന് കാണാം. ശ്രദ്ധയുണ്ടാവുമ്പോൾ പ്രതിമതികളിൽ പോലും ദേവന്മാരെയും ഈശ്വരന്മാരെയും പരോക്ഷമായി കാണാൻ കഴിയുന്നു. ഗുണദോഷ സമ്മിശ്രമല്ലാത്ത ഒരു വസ്തുവും ലോകത്തിലില്ല. മംഗളസ്വരൂപനും നാശരഹിതനും നാമരൂപങ്ങളിൽ നിന്ന് അതീതവും മനോബുദ്ധ്യാദി കരണങ്ങൾക്ക് അഗോചരവും സർവത്തിനും ആധാരവുമായ ആത്മസ്വരൂപത്തെ എപ്പോഴും അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് സമാധാനം കിട്ടാൻ പോകുന്നുള്ളൂ. മനസ്സിൻ്റെ അശുദ്ധിയും ക്ഷോഭവും ഹേതുവായിട്ടാണ് ആത്മസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത്. ചിത്തത്തെ നാമരൂപങ്ങളിൽ നിന്നും വലിച്ചെടുത്ത് ശാന്തമാക്കിയാൽ എല്ലാ ക്ഷോഭങ്ങളെയും അടക്കി പ്രശാന്തവും നിർമ്മലവുമായ ആത്മസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യാൻ തുടങ്ങും. മറ്റൊന്നുകൊണ്ടും കിട്ടിയിട്ടില്ലാത്ത ശാന്തിയും സമാധാനവും അപ്പോൾ അതുകൊണ്ട് കിട്ടുകയും ചെയ്യും. അവസാനത്തെ 3 അധ്യായങ്ങൾ 16, 17, 18 എന്നിവയാണ്. യഥാക്രമം ഭൂമികായോഗം, ശരണാഗതി യോഗം, അവസാനത്തേത് അയ്യപ്പ ദർശന യോഗം എന്നതുമാണ്. 16ാമത്തെ അധ്യായം 19 ശ്ലോകങ്ങളും 17ാമത്തെ അധ്യായത്തിൽ 18 ശ്ലോകങ്ങളും ഉൾപ്പെടുന്നു. പ്രകൃതിദത്തങ്ങളാകുന്ന പഞ്ചകോശങ്ങളാൽ മറയ്ക്കപ്പെട്ട ആത്മസ്വരൂപം അതുതന്നെയാണ് ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹമെന്നാണ് ഈ അധ്യായങ്ങളിലൂടെ വെളിവാകുന്നത്.
അല്ലെങ്കിൽ പ്രസ്തുത ആത്മസ്വരൂപത്തെ ഉത്ബോധിപ്പിക്കുകയും സാക്ഷാത്കരിക്കാനുള്ള മാർഗത്തെ നിർദ്ദേശിക്കുകയുമാണ് ശബരിമല അയ്യപ്പ വിഗ്രഹമെന്നാണ് സമർത്ഥനം. അതിനാൽ ശബരിമല ശാസ്ത്രദർശനം ഒരു പ്രകാരത്തിൽ ആത്മദർശനം തന്നെ, അല്ലെങ്കിൽ ആത്മദർശനത്തിനുള്ള പ്രചോദനമെങ്കിലുമാണ് അയ്യപ്പ ദർശനം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ആചരിക്കുന്നത് 46ാമത് ദിവസത്തിലാണ്. ശബരിമല എത്താൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന, മകരവിളക്കിന് വരാൻ തയ്യാറെടുക്കുന്ന സ്വാമി ഭക്തരുടെ മുമ്പിൽ വിനയാന്വിതമായ ഒരു അപേക്ഷ സമർപ്പിക്കുകയാണ്. ദയവായി നിങ്ങൾ ശബരിമലയിലേക്ക് വരുമ്പോൾ പരമപവിത്രമായി കരുതി തയ്യാറാക്കി കൊണ്ടുവരുന്ന ഇരുമുടിക്കെട്ടിനുള്ളിൽ 1 ഗ്രാം പ്ലാസ്റ്റിക് സാധനങ്ങൾ പോലും ഒരു തരത്തിലും ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. കടകളിൽ നിന്ന് വാങ്ങുന്ന കെട്ടുനിറയ്ക്കാനുള്ള സാധനങ്ങളിൽ പല സാധനങ്ങളും മഞ്ഞപ്പൊടി, ശർക്കര, അവൽ, മലർ ഇതെല്ലാം കൃത്യമായി പാക്ക് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് കൂടുകളിലാണ് എന്നുള്ളതുകൊണ്ട് ആ പ്ലാസ്റ്റിക് കൂടുകൾ പൊട്ടിച്ച് അതിൽ നിന്നും യഥാർത്ഥ വസ്തുക്കൾ ആവശ്യമുള്ളതെടുത്ത് ഒന്നുകിൽ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ നമ്മുടെ കവുങ്ങിൻ്റെ പാളയുടെ ഉള്ളൂരിയെടുത്ത് അതിൽ പൊതിഞ്ഞോ ശബരിമലയ്ക്ക് കൊണ്ടുവരുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് പ്രകൃതിയെ നശിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് ദയവായി 1 ഗ്രാം പ്ലാസ്റ്റിക് പോലും നമ്മുടെ കെട്ടിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഓരോ സ്വാമി ഭക്തനും നിർബന്ധമായും ഉറപ്പിക്കുക. രണ്ടാമത്തേത്, ഒരു പ്ലാസ്റ്റിക് കുപ്പിക്കുള്ളിൽ കുറച്ച് പനിനീരും മറ്റൊരു പ്ലാസ്റ്റിക് കുപ്പിക്കുള്ളിൽ കുറച്ച് തേനും തരാറുണ്ട്. കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഈ സാധനങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും. യാതൊരു കാരണവശാലും തേനും പനിനീരും ശബരിമലയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല. അത് നിങ്ങൾക്ക് ഭഗവാന്റെ മുമ്പിൽ തന്നെ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. കെട്ടുനിറയ്ക്കുന്ന സമയത്ത് തയ്യാറാക്കുന്ന ത്രിമധുരം എന്ന വഴിപാടിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും തേൻ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ കെട്ടുനിറയ്ക്കാൻ നടക്കുന്ന സന്ദർഭത്തിൽ എത്തിച്ചേരുന്ന സുഹൃത്തുക്കൾക്ക് നെറ്റിയിൽ തൊടാൻ വേണ്ടി തയ്യാറാക്കുന്ന ചന്ദനം അഥവാ കളഭം, ആ കളഭം അലിയിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പനിനീരും ഉപയോഗിച്ച് കഴിയുമ്പോൾ പനിനീർ കുപ്പിയും തേൻ കുപ്പിയും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. ദയവായി ഇത് ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ വരട്ടെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ശബരിമലയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന ഓരോ സ്വാമി ഭക്തനും അവരവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റീൽ പ്ലേറ്റും വെള്ളം കുടിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റീൽ ഗ്ലാസും കയ്യിൽ കരുതുക. യാതൊരു കാരണവശാലും പ്ലാസ്റ്റിക് കോട്ടഡ് ഗ്ലാസ്സിലോ പ്ലാസ്റ്റിക് കോട്ടഡ് പ്ലേറ്റിലോ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള തീരുമാനം ഓരോ സ്വാമി ഭക്തനും എടുത്തു കഴിഞ്ഞാൽ ശബരിമലയിലെ ഉണ്ടാവുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ ഒരു വലിയ പങ്ക് നമുക്ക് തന്നെ നിയന്ത്രിച്ച് നിലനിർത്താനായിട്ട് സാധിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ ശബരിമലയെ നമുക്ക് പ്ലാസ്റ്റിക് നിന്ന് മോചിപ്പിക്കാനായിട്ടും സാധിക്കും. ഇത് ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത ദിവസത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പോകാം. അതുവരത്തേക്കും ഏവർക്കും നന്ദി, നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ, കോസ്പോൺസേഡ് ബൈ വുഡ്ലാൻഡ് പ്യൂർ വെജിറ്റേറിയൻ ഹോട്ടൽ തൊടുപുഴ. 4 നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785.
അക്ഷയ കാറ്ററിംഗ് തൊടുപുഴ. ഹൈറേഞ്ചിന്റെ കവാടമായ തൊടുപുഴയിൽ രുചിവൈവിധ്യങ്ങളുടെ നിറക്കലവറയായി വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ. കൈപുണ്യത്തിന്റെ മികവ് തെളിയിച്ചുകൊണ്ട് വിവിധയിനം ദോശകൾ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് എന്നിങ്ങനെ കലർപ്പില്ലാത്ത വെജിറ്റേറിയൻ വിഭവങ്ങൾ. ഗ്രഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ വുഡ്ലാൻഡ്സ് വെജിറ്റേറിയൻ ഹോട്ടൽ, തൊടുപുഴ മൂവാറ്റുപുഴ റോഡ്, മടക്കത്താനം, കൊച്ചങ്ങാടി. ഇരട്ടി മധുരവുമായി വുഡ്ലാൻഡ് സ്വീറ്റ്സ് എന്ന മധുരക്കലവറയും. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം വിജയ ബ്രിക്സ്, മടക്കത്താനം, കൊച്ചങ്ങാടി.